അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് തായിഫിലെ ചെറിയൊരു കാഴ്ച കാണിക്കാനും മുഴുവനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ നബിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അദ്ദാസിനെ ഇങ്ങോട്ട് അയച്ചിരുന്നു. അപ്പോൾ അദ്ദാസ് പിന്നീട് മുസ്ലിമായി. അദ്ദാസ് റളിയല്ലാഹു അൻഹു ആണ് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കിലേക്ക് ഹദിയായിട്ട് കുറച്ച് മുന്തിരിയുമായി വന്നു. നബിനോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ മുന്തിരി നബി അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് കഴിച്ചപ്പോൾ അദ്ദാസിന് അത് എന്താണ് അത്ഭുതമായി. എന്താണ് അത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയാൻ ഉള്ള ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അങ്ങനെ പിന്നീട് എന്താണ് അദ്ദാസ് തിരിച്ചു പോയിട്ട് നബിനെ കുറിച്ച് ഇങ്ങനെ പ്രവാചകൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല മുഹമ്മദ് പ്രവാചകനാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ പിന്നെ അദ്ദാസ് റളിയല്ലാഹു മുസ്ലിം ആവുകയും ചെയ്തു. അതിനുശേഷം അദ്ദാസ് റളിയല്ലാഹുവിൻ്റെ എന്താണ് ഇതായിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട് അദ്ദാസ് റളിയല്ലാഹുവിൻ്റെ പേരിൽ. നമ്മൾ അദ്ദാസിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. അവിടെ കുറച്ച് അത്തിപ്പഴം, അതുപോലെ മുന്തിരി, അവിടുത്തെ മുന്തിരി ഒക്കെ അവിടെ വിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അത്തിപ്പഴം പച്ചയാണ്, കാണുമ്പോൾ പച്ചയായിട്ട് തോന്നും നമുക്ക്, പക്ഷെ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റുമുണ്ട്. നമ്മൾ അവിടെ കുറച്ച് വാങ്ങി ടേസ്റ്റിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇത് അദ്ദാസിൻ്റെ പേരിലുള്ള ചെറിയൊരു പള്ളിയാണ്, അദ്ദാസ് മസ്ജിദ് അദ്ദാസ്. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ഊടുവഴിയായിട്ടാണ് താഴത്തിൻ്റെ ഈ ഭാഗം. ഇത് അത്തിപ്പഴമാണ്. ഈ അത്തിപ്പഴമാണ് ഉണക്കിയിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മുന്തിരി, നല്ല ടേസ്റ്റുള്ള മുന്തിരിയാണ്. ഇനി നമുക്ക് അതുപോലെ തന്നെ താഴത്തിലുള്ള ചെറിയൊരു ഡാം, പക്ഷേ ഇപ്പം അതിൽ വെള്ളമൊന്നുമില്ല, മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ആ ഡാം കൂടെ നമുക്ക് കാണാം. തായിഫിൽ വന്നാൽ ചെറിയ വണ്ടികളിലായിട്ടാണ് തായിഫിലേക്ക് വരേണ്ടത്. എന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തും എന്താണ് പോകാൻ പറ്റും. വലിയ ബസ്സിലൊക്കെ ആകുമ്പോൾ ബസ് പോകുന്ന വഴിയിലൂടെ മാത്രമേ പോവുള്ളൂ, ചെറിയ ഊടുവഴികളിലൂടെ പോകില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും തായിഫിൽ കാണാൻ പറ്റാറില്ല. നമ്മൾ ചെറിയ കാറ് വിളിച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ചുരം കയറി പോകാനും പറ്റി. നല്ല എന്താണ് എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റി. ഇതാണ് ഡാം. പക്ഷേ ഇതിലേക്ക് വെള്ളമൊന്നുമില്ല. ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര വെയിലാണ്, പക്ഷേ കാറ്റുകൊണ്ട് വെയിലറിയണില്ല. തായിഫ് പൊതുവെ അങ്ങനെയാണ്. ഇതിലുള്ള ഈ 3 തൂണുകൾ പോലെ കാണുന്നത്, ഇവിടെ വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ പിന്നെ അളവ് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങളുണ്ട്, ഇതൊന്നും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്നും കൂടെ കാണിക്കുകയാണ്. പിന്നെ ഇത് അതിന് ഉള്ളിലുള്ള ചെറിയൊരു കിണറാണ്. ഇതൊക്കെ വിശ്രമ കേന്ദ്രമായിട്ട് അവർ ഉണ്ടാക്കിയതാണ്. നമുക്കൊരു തനിമ നിലനിർത്തി തന്നെ ഉണ്ടാക്കിയത്. നല്ല എന്താണ് ഈത്തപ്പനയുടെ പിന്നെ പട്ട കൊണ്ട് ഒക്കെയാണ് മേൽക്കൂര ഉണ്ടാക്കിയത്. പിന്നെ ഈ കാണുന്ന പിന്നെ മരങ്ങളാണ് ഒലീവിൻ്റെ മരം എന്ന് പറയുന്നത്. അതിലുള്ള കായ ഒലീവാണ്. ഇതാണ് നമുക്ക് ഒലീവായിട്ട് നല്ല ഒലീവാണ്, ശരിക്കും നല്ല ഫലമുള്ളൊരു സാധനമാണ്. ജെയ്ത്ത് ഒലീവ് എണ്ണ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. ഇതവരുടെ അവിടുത്തെ ഒരു കൃഷിയാണ്. നിറയെ
ചെറിയ ചെറിയ മരങ്ങളിലായിട്ട് നിറയെ കായ്കളുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടായിട്ട് തന്നെ അത്തിപ്പഴം, എന്താണ് പറയുക, അത്തീന് സൈത്തൂന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കുറേ. അപ്പോൾ അത്തിപ്പഴം കൂടെ നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് തന്നെ കാണാം. ഇതൊക്കെ വിശ്രമ കേന്ദ്രങ്ങളാണ്. ഞാൻ പേര് പോലും ഞാൻ കേട്ടിട്ടുണ്ടോ? പഠിച്ചോനുണ്ട്. ഇതിനൊക്കെ ഞാൻ ഫുട്ബോൾ പറയാം. കേനമ്മിന്റെ 5ാം ക്ലാസ് ഞാൻ പഠിച്ച 5ാം ക്ലാസ്സിലായില്ലേ? പോയിട്ടുണ്ടാവും. ഞാൻ പിന്നെ എത്ര കാലം ഞാൻ എന്ത് ചെയ്തിന്, പിന്നെ തോയ്ഫ് കൂടെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ഇതുവരെ കണ്ടില്ല. ആകെ നബീനെ തോയ്ഫ് എറിഞ്ഞാട്ടി ആ മൂപ്പരാണ് ഈ മൂപ്പർക്ക് ഇതുണ്ടാകാന്ന് പറയുമ്പോൾ നബി ഇങ്ങനെ ആട്ടി ഓടിക്കുമ്പോൾ അവരും നബിൻ്റെ വിരോധികളാണെങ്കിൽ പോലും, അവിടെ മക്കയിൽ നബിൻ്റെ വിരോധികളാണെങ്കിൽ പോലും ഇവിടെ വന്നപ്പോൾ നാട്ടുകാരനെ ആട്ടി ഓടിക്കുന്നപ്പോൾ മുന്നിൽ കൊടുത്തു. അല്ലേ